നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകം രാശിക്കാരെ, ശനി വക്രഗതിയിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. നിന്നുപോയതുപോലെ തോന്നിയ ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. പക്ഷേ അത് പഴയതുപോലെ തന്നെ ആയിരിക്കില്ല. ചിലർക്കത് പഴയൊരു ജോലി അവസരമായിരിക്കും. ചിലർക്ക് കിട്ടാനുണ്ടായിരുന്ന പണം, മറ്റു ചിലർക്ക് ഒരിക്കലും പിണങ്ങിപ്പോയതുമായ ഒരു ബന്ധം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് കർക്കിടകം രാശിക്കാർ ശനി വക്രത്തെ ഭയത്തോടെ കാണേണ്ടതില്ലെന്ന് ആദ്യം തന്നെ പറയുന്നത്. ശനി ഇവിടെ നിങ്ങളെ തടയാൻ മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കാര്യം തിരുത്തി കൊടുക്കാനുമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് നോക്കാം. ജോലി ചെയ്യുന്നവർ, കുറേ നാളായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മാറ്റം വൈകുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവസരം പോയെന്ന് നിങ്ങൾ കരുതരുത്. ശനി വക്രകാലത്ത് ചില കാര്യങ്ങൾ നേരെ നടക്കാതെ ഒരു ചുറ്റുവഴിയിലൂടെ വരാം. സ്ഥാനക്കയറ്റം, ഉത്തരവാദിത്വത്തിലെ മാറ്റം, ജോലി മാറാനുള്ള ആലോചന, അല്ലെങ്കിൽ മുമ്പ് സംസാരിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ബന്ധപ്പെടൽ, ഇവയിൽ ചിലത് വീണ്ടും സജീവമാകാം. പക്ഷേ ഒരു മുന്നറിയിപ്പുണ്ട്. ജോലിസ്ഥലത്ത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചു പറയണം. നിങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനുള്ള അമിതമായ ശ്രമം ചിലപ്പോൾ അനാവശ്യമായ തർക്കത്തിലേക്ക് കൊണ്ടുപോകാം. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഉടൻ പ്രതികരിക്കാതെ കുറച്ച് സമയം എടുത്ത് സംസാരിക്കുന്നത് ആണ് നല്ലത്. ജോലി അന്വേഷിക്കുന്നവർക്ക്, കർക്കിടകം രാശിയിലെ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ സമയം ഒരു പ്രത്യേക സൂചനയുണ്ട്. നിങ്ങൾ നേരത്തെ അപേക്ഷിച്ചിട്ടും മറുപടി കിട്ടാത്ത സ്ഥാപനങ്ങൾ വീണ്ടും പരിശോധിക്കുക. പഴയ അപേക്ഷകൾ, പഴയ കോണ്ടാക്റ്റുകൾ, മുമ്പ് സംസാരിച്ച ആളുകൾ, ഇവയെല്ലാം വീണ്ടും ഓർമ്മയിൽ വരാം. ഒരു അവസരം ആദ്യം നോക്കുമ്പോൾ ചെറിയതാണെന്ന് തോന്നിയാലും അതിനെ പൂർണ്ണമായി തള്ളിക്കളയരുത്. ചെറിയ വാതിലിലൂടെ വലിയ മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട്. ബിസിനസ്സുകാർക്ക് ശനി വക്രം ഒരു പരിശോധന കാലം പോലെയാണ്. വരുമാനം മാത്രം നോക്കാതെ ചെലവ് എവിടെയാണ് ചോരുന്നത് എന്ന് നോക്കുക. പഴയ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള പണം, പഴയ ഇടപാടുകൾ, പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയിൽ വീണ്ടും ശ്രദ്ധ ആവശ്യമായി വരാം. പുതിയ വലിയ നിക്ഷേപത്തിലേക്ക് ചാടുന്നതിന് മുമ്പ് കണക്കുകൾ 2 തവണ പരിശോധിക്കുക. പ്രത്യേകിച്ച് മറ്റൊരാളുടെ വാക്ക് മാത്രം വിശ്വസിച്ച് പണം ഇറക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക കാര്യങ്ങളിൽ കർക്കിടകം രാശിക്കാർക്ക് ഈ കാലത്ത് പണം വരില്ല എന്നല്ല, പണം വരാം. പക്ഷേ പിടിച്ചു നിർത്താൻ കൂടുതൽ ശ്രദ്ധ വേണം എന്നാണ്. കിട്ടാനുണ്ടായിരുന്ന പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത ചിലർക്ക് ഉണ്ടാകും. പഴയൊരു കുടിശ്ശിക തീരാം. എന്നാൽ അതിനോടൊപ്പം തന്നെ അപ്രതീക്ഷിത ചെലവുകളും വരാം. അതുകൊണ്ട് പണം കയ്യിൽ വന്നാൽ മുഴുവൻ ചെലവാക്കാതെ ഒരു ഭാഗം നിങ്ങൾ മാറ്റിവെക്കുക. ഈ കാലത്ത് ഇപ്പോൾ കിട്ടിയല്ലോ, പിന്നീട് നോക്കാം എന്ന രീതിയിൽ സാമ്പത്തിക തീരുമാനം ഒഴിവാക്കുന്നത് വളരെ പ്രധാനമാണ്. കുടുംബത്തിൽ കുറെ നാളായി പറയാതെ വെച്ചിരുന്ന ഒരു വിഷയം വീണ്ടും നിങ്ങൾക്ക് ചർച്ചയാകാം. ആദ്യത്തിൽ അത് അസ്വസ്ഥത ഉണ്ടാക്കിയാലും ശരിയായ രീതിയിൽ സംസാരിച്ചാൽ പഴയ തെറ്റിദ്ധാരണകൾ മാറാനുള്ള അവസരമായി അത് മാറും. ദാമ്പത്തിക ബന്ധത്തിൽ പ്രത്യേകിച്ച് പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തു പറയാതെ ഇരിക്കുക. ശനി വക്രം പഴയ ഓർമ്മകളെ ഉണർത്താം. എന്നാൽ പഴയത് വീണ്ടും വീണ്ടും പരിശോധിച്ചു കൊണ്ടിരുന്നാൽ ഇപ്പോഴുള്ള സമാധാനം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒറ്റയ്ക്കുള്ളവർക്ക് പഴയ പരിചയത്തിൽ നിന്നൊരു ബന്ധം ഉണ്ടാകാനും സാധ്യത കാണുന്നു. പക്ഷേ വികാരത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യവും സ്വഭാവവും മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക. ആരോഗ്യത്തിൽ വലിയ ഭയം ഒന്നും വേണ്ട. എന്നാൽ ഉറക്കക്കുറവ്, അമിതമായ മാനസിക സമ്മർദ്ദം, ക്ഷീണം എന്നിവ അവഗണിക്കരുത്. ശരീരത്തിന് വിശ്രമം ആവശ്യപ്പെടുമ്പോൾ അതിന് സമയം കൊടുക്കുക. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ ടെൻഷൻ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. തുടർച്ചയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ
ജ്യോതിഷപരമായ നിർദ്ദേശം മാത്രം ആശ്രയിക്കാതെ ഡോക്ടറുടെ ഉപദേശം തേടുക. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കർക്കിടകം രാശിക്കാരിൽ ചിലർക്ക് ഈ ശനി വക്രകാലത്ത് ഒരു ചോദ്യം മനസ്സിൽ കൊണ്ടുവരും. ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് കാര്യങ്ങൾ വൈകുന്നത്? അതിൻ്റെ ഉത്തരം ഈ കാലയളവിലാണ് നിങ്ങൾക്ക് മനസ്സിലാകുക. ചില വൈകിപ്പോകലുകൾ പരാജയമല്ല, നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ച വഴിയിൽ ചെറിയൊരു തിരുത്തൽ ആവശ്യമായതുകൊണ്ടാകാം കാര്യങ്ങൾ വൈകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉപേക്ഷിച്ചു പോകാതെ പഴയ തീരുമാനങ്ങൾ ഒന്ന് പരിശോധിക്കുക. എന്താണ് തെറ്റിയത്? എവിടെയാണ് പണം കുടുങ്ങിയത്? ആരെയാണ് അധികമായി വിശ്വസിച്ചത്? ഏത് അവസരമാണ് നിങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാതെ വിട്ടത്? ഇവയ്ക്ക് ഉത്തരം കണ്ടെത്തുന്നവർക്ക് ശനി വക്രകാലം വലിയൊരു പാഠമായി മാറും. ആ ചെറിയ ആത്മീയ പരിഹാരം: ശനിയാഴ്ച കഴിയുന്നവർ എള്ളെണ്ണ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക, ശനിദേവനെ സ്മരിക്കുകയും കഴിയുമെങ്കിൽ അർഹരായ ആളുകൾക്ക് ഭക്ഷണമോ ആവശ്യമായ സഹായമോ നൽകുകയും ചെയ്യുന്നത് ശുഭഫലം നൽകും. പരിഹാരത്തിൻ്റെ പേരിൽ ഭയപ്പെടേണ്ടതില്ല. നല്ല പ്രവൃത്തിയും ക്ഷമയും ഉത്തരവാദിത്വത്തോടെ ജീവിക്കലുമാണ് ശനിയുടെ ഏറ്റവും വലിയ പരിഹാരം. കർക്കിടകം രാശിക്കാരെ, ഈ കാലത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു പാഠം ഉണ്ടാകും. പക്ഷേ അതിലും പ്രധാനമായി വീണ്ടും തുറക്കുന്ന വാതിൽ ഏതാണ് എന്ന് തിരിച്ചറിയണം. കാരണം നിങ്ങൾ ഉപേക്ഷിച്ചുവെന്ന് കരുതിയ ഒരു കാര്യം തന്നെയായിരിക്കും അടുത്ത മാറ്റത്തിൻ്റെ തുടക്കം. ഇന്നത്തെ ഫലത്തിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ശനി വക്രഗതിയുടെ സ്വാധീനത്തിൽ മറ്റൊരു രാശിക്ക് ഉണ്ടാകുന്ന പ്രധാന സാമ്പത്തിക മാറ്റവും ആരൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജ്യോതിർവാണിയോടൊപ്പം തന്നെ തുടരൂ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.